ഇപ്പോഴുണ്ടായ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ആ അറസ്റ്റിന് ശേഷം അവരുടെ ജാമ്യം, ഇതൊക്കെ തന്നെ BJPയെ ഏത് തരത്തിൽ ബാധിക്കും? അല്ലെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും? UDFനോ അല്ലെങ്കിൽ LDFനോ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ? 2026 തെരഞ്ഞെടുപ്പ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെയും പലതരത്തിലുമുള്ള കളികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. UDF LDF ഒക്കെ തന്നെ കേരളത്തിൽ ഈ ഒരു വിഷയം അത്രത്തോളം ആളിക്കത്തിക്കാനൊക്കെ നോക്കിയതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. പക്ഷേ അതൊക്കെ തന്നെ വെള്ളത്തിലായി പോയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലോട്ടല്ല കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. പകരം വിശ്വാസം കൂടുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് BJPയോട്. കാരണം കേരളത്തിലെ BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി ഇവരൊക്കെ തന്നെ ഇടപെട്ടതുകൊണ്ടും കേന്ദ്രത്തിൽ നിന്നും അമിത്ഷാ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിരീക്ഷിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതുണ്ടായില്ലായിരുന്നെങ്കിൽ അവർ ഇനിയും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ശരിക്കും ഈ ഒരു വിഷയത്തിൽ BJPയെ കൊടുക്കാം, അതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയാം എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നിട്ടിറങ്ങിയ പലതരം നാടകങ്ങളും കളിച്ച ഇടതും വലതുമാണ് പെട്ടുപോയത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പല മാപ്രകൾക്കും ഇരിപ്പത് കിട്ടുകയും ചെയ്തു. കാരണം അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടക്കാതെ പോയി. അവസാനം അവർ പുറത്തിറങ്ങിയതിനു ശേഷം BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുകയായിരുന്നു. അച്ഛന്മാർ ഉൾപ്പെടെ പലരും അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ ശരിക്കും രാജീവ് ചന്ദ്രശേഖറുടെ നീക്കം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം UDF LDF വിരിച്ച വലയിൽ വീഴാതെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. മാപ്രകളും പല രാഷ്ട്രീയ പാർട്ടികളും സുരേഷ് ഗോപി ഒന്നും മിണ്ടുന്നില്ല, സുരേഷ് ഗോപി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പുലമ്പിയപ്പോൾ സുരേഷ് ഗോപി കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മോദിയെ നേരിട്ട് കണ്ട് ആദ്യം സംസാരിച്ചതും സുരേഷ് ഗോപിയാണ് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ വരുന്ന 2026 തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ക്രൈസ്തവർക്ക് കൂടുതൽ വിശ്വാസം BJPയിലേക്ക് ഉണ്ടാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിലൂടെ തന്നെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പൊയ്മുഖം കൂടി ക്രൈസ്തവർ മനസ്സിലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അതായത് ഛത്തീസ്ഗഡിൽ ഈ നിയമം കൊണ്ടുവന്നതേ കോൺഗ്രസ് ആയിരുന്നു. അവിടെ 2021 ഇതുപോലെ 2 പേരെ ജയിലിൽ അടച്ചതും കോൺഗ്രസ് ആയിരുന്നു. 11.5 മാസത്തോളമായിരുന്നു അവർ ജയിലിൽ കിടന്നത്. അപ്പോഴൊന്നും കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ ഒന്നും പറയാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം BJPയാണ് നിലവിൽ അവിടെ ഭരിക്കുന്നത് കൊണ്ട് അത് ആളിക്കത്തിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയായിരുന്നു ഇപ്പോൾ പാളിപ്പോയത് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാട്ടിലും കൂടുതൽ ഒരു വിശ്വാസം BJPയിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലോട്ട് ഈ ഒരു വിഷയം മാറുമെന്നുള്ളത് വാസ്തവമാണ്. കാരണം അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം നേരിടുന്ന ഘട്ടത്തിൽ അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ BJPയെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാനായി സാധിക്കത്തുള്ളൂ. അതിപ്പോൾ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്താണോ രാജീവ് ചന്ദ്രശേഖർ അവർക്ക് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ എന്താണോ അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ കൃത്യമായി സംഭവിച്ചിട്ടുമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ശ്രമിച്ച UDFനും LDFനുമായിരുന്നു വലിയ തോതിൽ തിരിച്ചടി ലഭിച്ചത്. ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവർക്കിടയിൽ BJPയിലേക്ക് അടുക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കിയ UDFനും LDFനും കൂടുതൽ തലവേദനയാകുന്ന തരത്തിൽ BJPയിലേക്ക് അടുക്കുന്ന തരത്തിലോട്ട് ആ ഒരു വിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എന്തായാലും വരുന്ന 2026 തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള പ്രതിഫലനം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാട്ടിലും കൂടുതൽ ക്രൈസ്തവരുടെ ഒരു ചായ്വ് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട്, അത് വോട്ടായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ ഏറ്റവും വലിയ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയും. അതായത് രാജീവ് ചന്ദ്രശേഖറെ നേരിട്ട് കാണാൻ തന്നെ അച്ഛന്മാർ എത്തുന്നു. അതും
കേക്കുമായിട്ട് രാജീവ് ചന്ദ്രശേഖരെ കാണാനായി അവിടെ എത്തുന്നു എന്നുള്ള വാർത്ത തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട്, ഒരു പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ കുറച്ചു മുന്നേ ഇട്ടിരുന്നു. അച്ഛന്മാരുമൊത്തുള്ള ഫോട്ടോയും കേക്ക് പങ്കിടലും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെട്ടതിലുള്ള സന്തോഷമറിയിച്ച് കേക്കുമായി എത്തിയ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി ഏറെ സമയം ചെലവഴിച്ചു. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ട്സിന്റെ പ്രതിനിധികളാണ് മാരാർജി ഭവനിൽ എത്തിയത്. ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അവരെ അറിയിച്ചു. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് BJPയുടെ കാഴ്ചപ്പാട്. ലോകത്തെവിടെയും പ്രതിസന്ധിയിൽപ്പെടുന്ന മലയാളികൾക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സഹായഹസ്തവുമായി ഇനിയും BJP ഉണ്ടാകുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ വിയർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാനായി പോകുന്നത്. അതിലിപ്പോഴും ക്രൈസ്തവ പിന്തുണ BJPയിലേക്ക് കൂടുതൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുക തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്.